കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാണ്. നല്ല അടിപൊളി കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമ്മുടെ കുറെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആൾക്കാർക്കും എങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ പേടിയാണ്. ചില ആൾക്കാർക്ക് സംസാരിക്കാനുള്ള ടോപ്പിക്കുകൾ കിട്ടാറില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് 3 പവർഫുൾ ആയിട്ടുള്ള ട്രിക്സ് ആണ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. എങ്ങനെ നല്ല അടിപൊളിയായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കാം, എങ്ങനെ ഈ പേടിയെല്ലാം മാറ്റാം എന്നുള്ളതാണ്. സോ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഈ സീരീസ് എല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്, അതായത് കമ്മ്യൂണിക്കേഷനെ പറ്റിയാണോ റിലേഷൻഷിപ്പിനെ പറ്റിയാണോ, അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എനിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഏത് ടൈപ്പ് വീഡിയോസ് ഞാൻ ചെയ്യണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൂടി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വരുന്ന ദിവസങ്ങളിൽ അത് വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് ഫാബിൻ സ്റ്റാൻലി. ആദ്യത്തെ സംഭവമാണ് 3 സെക്കൻഡ് റൂൾ. എപ്പോഴും നിങ്ങൾ ഇത് ഓർക്കുക, നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ ചിലപ്പോ പേടി ക്രിയേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ എത്രത്തോളം വെയിറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് എക്സ്ക്യൂസുകളും പേടികളും ഒരുപാട് തോട്ട്സും വരും. കുറെ ആൾക്കാർക്കും ഈ ഓവർ തിങ്കിങ് കാരണം സംസാരിക്കാൻ പറ്റില്ല. അതായത് കുറെ ആൾക്കാർക്ക് ഇങ്ങനെ ചിന്ത വരും, ഞാനിപ്പോ പറഞ്ഞാൽ ശരിയാവുമോ, ഞാനിപ്പോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ, ഇത് തെറ്റിപ്പോയാലോ, അങ്ങനെ പലതരം ചിന്തകളും ഒരുപാട് ആൾക്കാർക്കും വരാറുണ്ട്. ആൻഡ് അത് ബ്രേക്ക് ചെയ്യാനുള്ള നല്ല അടിപൊളി ട്രിക്കാണ് 3 സെക്കൻഡ്സ് റൂൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നോ അപ്പോഴൊക്കെ 3 സെക്കൻഡിനുള്ളിൽ തന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കണം. ഇതിൽ കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ചിന്തിക്കുകയും നിങ്ങൾക്ക് പേടി വരികയും പിന്നെ നിങ്ങൾ സംസാരിക്കാതിരിക്കുകയും ചെയ്യും. ചിലപ്പോൾ അത് പിന്നീട് നിങ്ങൾക്ക് റിഗ്രറ്റ് ആയിട്ട് വരാം. അതുകൊണ്ട് തന്നെ ഇന്ന് മുതൽ വെറും 3 സെക്കൻഡ്സിനുള്ളിൽ എപ്പോഴൊക്കെ ഓപ്പർച്യൂണിറ്റി വരുന്നോ അപ്പോഴൊക്കെ നിങ്ങൾ ആക്ട് ചെയ്യാൻ പോവാണ്. ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന കാര്യമായിരിക്കും. ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ടീച്ചർ ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് അതിന്റെ ഉത്തരം അറിയാം, ബട്ട് പറഞ്ഞാൽ തെറ്റിപ്പോകൂ എന്ന് ചിന്തിച്ച് നിങ്ങൾ പറയാതിരിക്കുന്നു. അവസാനം ടീച്ചർ ഉത്തരം പറയുമ്പോൾ അയ്യോ ഇതെനിക്ക് അറിയായിരുന്നു, പറഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും വന്നിരിക്കുകയാണ്, നിങ്ങൾക്ക് പരിചയമുള്ള ഒരാൾ, പലപ്പോഴും സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോഴേക്കും നിങ്ങളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ വരും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഏത് സാഹചര്യത്തിലായിരിക്കട്ടെ, ആ ചിന്ത വരുമ്പോ തന്നെ 3 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് ഹലോ എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക. പിന്നീട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഞാൻ അടുത്തത് പറയാം. സോ ഓർത്തിരിക്കുക 3 സെക്കൻഡ്സ് റൂൾ. അടുത്തൊരു പ്രശ്നമാണ്, പല ആൾക്കാർക്കും ഒരു കോൺവെർസേഷൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ അത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് അറിയില്ല. അങ്ങനെയുള്ളവർക്ക് ഒരു സൊല്യൂഷൻ ആണ് രണ്ടാമത്തത്. ഇത്രയേ ഉള്ളൂ. ഒരാള് നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ലിസൺ ഫോർ ത്രെഡ്സ്. അതായത് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് എന്തിന് തിരിച്ചു പറയും എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കും. എന്ത് തിരിച്ചു പറയും എന്ന് ചിന്തിക്കുമ്പോൾ പലപ്പോഴും അവര് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവര് പറയുന്ന സമയത്ത് അടുത്തത് എന്ത് പറയുന്നല്ല, അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് തന്നെ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇതിനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നല്ലൊരു ട്രസ്റ്റ് നിങ്ങൾക്ക് അവരായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ആക്ച്വലി നിങ്ങൾക്ക് നല്ല രീതിയിൽ അവരോട് സംസാരിക്കാനും അവര് നിങ്ങളായിട്ട് കണക്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ മൂന്നാർ പോയി. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ മൂന്നാർ എന്നുള്ള വാക്ക് ത്രെഡ് ആയിട്ട് എടുത്തിട്ട് അത് വെച്ച് അടുത്ത ചോദ്യം ചോദിക്കുക. ഓ എനിക്ക് എപ്പോഴും മൂന്നാർ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്ര? വെറും 1-2 സെക്കൻഡിൽ അയാൾ ഒരു കാര്യം പറയുന്നു. അതിനുശേഷം നമ്മൾ അതിൽ കയറി പിടിച്ച് അതൊരു 5 മിനിറ്റുള്ള കോൺവെർസേഷൻ ആക്കി മാറ്റാൻ പറ്റും. പിന്നീട് ശ്രദ്ധിക്കുക, അവര് പറയുന്ന ഓരോ വാക്ക് ശ്രദ്ധിച്ചിട്ട് അത് ത്രെഡായിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയോ ഉത്തരം കിട്ടാൻ വേണ്ടിയോ ആയിരിക്കരുത് നിങ്ങളുടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവരെന്താണോ പറയുന്നത് അത് തന്നെ കയറി പിടിച്ച് അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുക. നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യുക. ഇനിയിപ്പോ ഒരാൾ പറയാണ് എനിക്ക് നെറ്റ്ഫ്ലിക്സ് സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? നെറ്റ്ഫ്ലിക്സ് സീരീസ്. ഇനി നിങ്ങൾക്ക് ഈ നെറ്റ്ഫ്ലിക്സ് സീരീസിനെ പറ്റി എന്തെങ്കിലും അറിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എനിക്കും സീരീസ് ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇതൊരു ഒരു സീരീസും കണ്ടിട്ടില്ല, ഏതായിരിക്കും ബെറ്റർ? അല്ലെങ്കിൽ ചോദിക്കാം, ഏത് സീരീസ് ആണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്? അപ്പൊ ആ സീരീസിനെ പറ്റി പറയുമ്പോൾ ഇനി അതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയുമെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ ചോദിച്ചു ചോദിക്കുക. ഇനി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആഡ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ പതുക്കെ 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 കോൺവെർസേഷൻ ബിൽഡ് ചെയ്യുക. കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ലിസൺ ചെയ്യുക എന്നുള്ളത്. ലിസൺ ചെയ്തതിന് ശേഷം അവര് പറഞ്ഞ അതേ വാക്ക് തന്നെയാണ് നിങ്ങൾ ഉപയോഗിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ദേ
വിൽ ഫീൽ ഹേർഡ്. ഇയാൾ എന്നെ ശ്രദ്ധിച്ചു എന്നുള്ള ഫീൽ അവർക്ക് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു ട്രസ്റ്റും ഒരു കണക്ഷനും ബിൽഡ് ആകും. അപ്പോ നിങ്ങൾക്ക് അവരായിട്ടും കംഫർട്ടബിൾ ആകും, അവർ നിങ്ങളായിട്ടും കംഫർട്ടബിൾ ആകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തൊരു കാര്യമാണ്, കുറെ കോൺവെർസേഷൻസും തുടക്കത്തിൽ തന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളത് ബ്ലോക്ക് ചെയ്യും. അതായത് ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ അവരെ തടയാറുണ്ട്. അപ്പൊ കോൺവെർസേഷൻ കണ്ടിന്യൂ ആവില്ല. അതിന് പറ്റിയ ഒരു അടിപൊളി ടെക്നിക്കാണ് യെസ് ടെക്നിക്. ഇത്രയേ ഉള്ളൂ. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങളോട് വന്നിട്ട് പറയാണ് ഐ ലവ് പെയിന്റിങ്. അപ്പൊ തന്നെ നിങ്ങൾ പറയണം യാ ബട്ട് ഐ ഡോണ്ട് ലവ്. അവിടെ തീർന്നു. ഇനി പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനിയിപ്പോ പുതിയൊരു ടോപ്പിക് കൊണ്ടു തരേണ്ടി വരും അയാള്. ഇനി അയാൾ ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ അത് അവിടെ തീർന്നു. പിന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒന്നുമില്ല. സോ ഇഫ് യു വോണ്ട് ടു ഹാവ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ, യു നീഡ് ടു ലേൺ ടു ബി എ ബിറ്റ് ഡിപ്ലോമാറ്റിക് ഓർ യു നീഡ് ടു ടേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ നിന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഐ ലവ് പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ യു ക്യാൻ ഓൾവേസ് സേ ദിസ് വേ, ഓ യെസ് ഐ ഓൾവേസ് അഡ്മയർ പീപ്പിൾ ഹു ലവ് ടു എക്സ്പ്രസ് ദിയർ ഇമോഷൻ ത്രൂ ആർട്ട്. അതായത് ആർട്ട് വഴി അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദാറ്റ്സ് വാട്ട് ഹാപ്പൻ ഇൻ പെയിന്റിംഗ് മോസ്റ്റ്ലി, അല്ലെ? അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോട് ഒരു ചോദ്യം ചോദിക്കാം, സോ വാട്ട് കൈൻഡ് ഓഫ് പെയിന്റിംഗ് ഡു യു ലൈക്ക്, അല്ലെങ്കിൽ വാട്ട് ഡു യു ലവ് ടു പെയിന്റ് ദ മോസ്റ്റ് എന്ന് ചോദിക്കാം. അപ്പോ നിങ്ങൾ അവരുടെ ഇൻട്രസ്റ്റിൽ കയറി പിടിക്കുന്നു, അവരതിൽ നിന്ന് കൂടുതൽ ഉത്തരങ്ങൾ തരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നു, നിങ്ങൾ അതനുസരിച്ച് അവരോട് സംസാരിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾ വന്നിട്ട് നിങ്ങളോട് പറയാണ് ഞാൻ കുറെ നാളായി സോളോ ട്രിപ്പ് ഒക്കെ പോയിട്ട് എനിക്ക് സോളോ ട്രിപ്പ് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് നിങ്ങൾ പറയാണ് ഏയ് സോളോ ട്രിപ്പ് ഒക്കെ പോയാൽ എൻജോയ് ചെയ്യാൻ പറ്റുമോ, ആരെങ്കിലൊക്കെ കൂടെ ഉണ്ടെങ്കിലല്ലേ രസം ഉണ്ടാവുള്ളൂ, എനിക്ക് അങ്ങനെ സോളോ ട്രിപ്പ് ഒന്നും പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് മേ ബി യു ക്യാൻ സേ ദിസ് വേ, ഓ സോളോ ട്രിപ്പ് എന്നൊക്കെ പറയുന്നത് അടിപൊളിയാണല്ലേ, നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് നമ്മൾ ഒരുപാട് റിലീഫ് തരും നമുക്ക്. ആൻഡ് ഞാൻ ഒരുപാട് നാളായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. സോ ഹൗ ഡു യു ഫൈൻഡ് ഇറ്റ് എൻജോയബിൾ? അങ്ങനെ നിങ്ങൾ ചോദിക്കുമ്പോൾ പിന്നീടും അവരുടെ ഇൻട്രസ്റ്റ് ആണ്, അവരതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കും, നിങ്ങളോട് സംസാരിക്കും. അവർ പറയുന്ന വാക്കുകളിൽ നിന്ന് നിങ്ങൾ പിന്നെയും ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആക്ച്വലി ബിൽഡ് ചെയ്യാൻ പറ്റും. എപ്പോഴും ഓർത്തിരിക്കുക, നല്ല അടിപൊളി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണി ആകുന്നതോ സ്മാർട്ട് ആകുന്നതോ അല്ല. നല്ല ഒരു കോൺവെർസേഷൻ എന്ന് പറഞ്ഞാല് അവിടെ ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് കംഫർട്ടബിൾ ആകുന്നു, ദേ ഫീൽ ഹേർഡ്, ഇയാൾ എന്നെ കേട്ടു, ശ്രദ്ധിച്ചു, അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടാവുന്നു. അപ്പൊ അവർ നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നു. അപ്പൊ നിങ്ങൾ അതിൽ നിന്നും നിങ്ങളും സംസാരിക്കാൻ തുടങ്ങുന്നു. അവിടെയാണ് നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടാവുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക. ബാക്കിയെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാം. ബൈ, താങ്ക് യു സോ മച്ച്.